രണ്ടാമത്തത് ഓവർ ജനറലൈസേഷൻ. ഞാനൊരു ഡ്രസ്സ് ഇട്ട് ഒന്ന് പുറത്തു പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഒരാള് ആ ഡ്രസ്സിനെ കുറിച്ചൊന്ന് നെഗറ്റീവായിട്ടൊന്ന് കമന്റ് ചെയ്തു. അയ്യേ ഇതെന്താ നിനക്കതൊരു രസമില്ലല്ലോ ഈ കളർ, എന്തൊരു കളർ എന്നൊക്കെ പറഞ്ഞൊന്ന് കമന്റ് ചെയ്തു. ആ കമന്റ് ചെയ്തതോടുകൂടി പിന്നെ ഞാൻ ചിന്തിക്കാണ്, ഇന്നിനിപ്പോ ഈ ഡ്രസ്സ് ഇട്ട് പോയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ആയിരിക്കും, എല്ലാവരും എടുത്തുനിന്നും ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സ് എനിക്ക് കിട്ടും എന്ന് കരുതി ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ഡ്രസ്സ് അയച്ചു വെക്കുന്നത് മാത്രമല്ല പിന്നെ ഡ്രസ്സ് ചിലപ്പോൾ ഉപയോഗിക്കുകയില്ല. എന്റെ കുട്ടിക്ക് ഒരു ദിവസം പനി വന്നു, അത് ഫിക്സ് ആയി, ഹോസ്പിറ്റലൈസ് ആയി, ആകെ പ്രശ്നത്തിലേക്ക് പോയി. അതോടുകൂടി ഞാൻ തീരുമാനിക്കുകയാണ്, ഓക്കെ എന്റെ കുട്ടിക്ക്, എന്റെ മോൾക്ക് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഫിക്സ് ആവും, അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നുള്ളത്. ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്, ഇനി എപ്പോഴും അങ്ങനെ ആയിരിക്കും. നമ്മൾ ആ ഒരു നെഗറ്റീവ് എവിഡൻസിനെ, ഒറ്റൊരു നെഗറ്റീവ് എവിഡൻസിനെ വെച്ചിട്ട് നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുകയാണ്. ഇപ്പൊ എനിക്കറിയാവുന്ന എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞു, അവൾക്ക് വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഇൻലോസിന്റെ അടുത്തുനിന്നും ഹസ്ബൻഡിന്റെ അടുത്തുനിന്നും ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. സോ അതുകൊണ്ട് ഞാൻ അതിനെ ജനറലൈസ് ചെയ്യാം, ഓക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീടുകളും ഇങ്ങനെ ആയിരിക്കും, ഇൻലോസിന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ജനറലൈസ് ചെയ്യാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവരോട് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷനിലാണ് അങ്ങോട്ടേക്ക് ചിലപ്പോൾ പെരുമാറുക, അതല്ലെങ്കിൽ കല്യാണമേ വേണ്ട എന്ന് വെക്കും. ഇങ്ങനെ നമ്മൾ ഒരു നെഗറ്റീവ് എവിഡൻസിന്റെ, ഒരു ഇൻസിഡന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തണം. ഇവിടെ നമ്മളിപ്പോ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒറ്റൊരു ഡോട്ട്, ഒരു ചെറിയ ഡോട്ട്, നമ്മൾ ഇങ്ക്, ഒരു ബ്ലാക്ക് കളർ ഇങ്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ആ ഇങ്ക് പെട്ടെന്ന് നന്നായിട്ട് പരക്കില്ലേ. അതേപോലെ നമ്മൾ ഒരു നെഗറ്റീവ് ഇൻസിഡൻസ് അതേപോലെയുള്ള എല്ലാ കാര്യത്തിലേക്കും അതേ റിസൾട്ട് ആണ് പിന്നെ ഉണ്ടാവുക നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒന്ന് നമുക്ക് നമ്മുടെ ആങ്സൈറ്റി ഇൻക്രീസ് ചെയ്യും, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകും. രണ്ടാമത്തത് പലപ്പോഴും പല സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും, അതല്ലെങ്കിൽ നമ്മൾ പല സിറ്റുവേഷനും അവോയ്ഡ് ചെയ്യും, അല്ലെ, ഒരുപാട് സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യും. ഇങ്ങനെയുള്ള നെഗറ്റീവ് എഫക്ട്സ്, ഈ ഓവർ ജനറലൈസേഷൻ, ഒരുപാട് സ്ട്രെസ് ഇതിലൂടെ നമുക്കുണ്ടാകും. സോ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക എന്തൊക്കെ ഓവർ ജനറലൈസേഷൻ എന്തൊക്കെയാണ് എന്നിൽ വരുന്നതെന്ന്. ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ ഇൻസിഡൻസിലൂടെ. പിന്നെ ഇപ്പൊ ഒരു എക്സാം എഴുതിയെന്ന് വെച്ചാൽ എക്സാമിന് നമ്മൾ തോറ്റുപോയി. അപ്പൊ ഒരു പ്രാവശ്യം നന്നായി പഠിച്ചിട്ടൊക്കെ ഉണ്ടാകും, പക്ഷെ എന്തോ കാരണത്തെ എക്സാമിന് തോറ്റു. അപ്പൊ നമ്മൾ തീരുമാനിക്കാം, ഓക്കെ ഇനിയിപ്പോ ഞാൻ എഴുതിയിട്ടൊന്നും കാര്യമില്ല, പിന്നെ ഞാൻ പാസ്സാവാൻ പോണില്ല എന്നുള്ളത്. അപ്പൊ അവിടെ രണ്ട് രീതിയിലായിരിക്കും നമ്മൾ അതിനോട് പ്രതികരിക്കുക. ഒന്നുകിൽ എന്ത് ചെയ്യും, അത് നമ്മൾ കിറ്റ് ചെയ്യും, അതിൽ നിന്നും ഒഴിവാക്കും, ഓക്കെ ഇനിയിപ്പം ശ്രമിക്കാനൊന്നും ആവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യും. അതല്ലെങ്കിലോ വീണ്ടും നമ്മൾ എക്സാം എഴുതാൻ പോവാണ്, ഈ ഒരു മൈൻഡിൽ ഈ ഒരു തോട്ട് വെച്ചിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവും, അവിടെ എന്തായാലും ഞാൻ തോൽക്കും എന്നൊരു പേടി മനസ്സിലുണ്ടാകും, അല്ലെ. അത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി നമുക്ക് സ്ട്രെസ് വരുത്തും. അപ്പൊ ഇതാണ് ഓവർ ജനറലൈസേഷൻ.